ഇന്നത്തെ നമ്മുടെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 5 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് വറുത്ത അരിപ്പൊടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് തേങ്ങാപ്പാലും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി വേണ്ടുന്നത് ശർക്കര ലൈനിയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ അരിച്ചെടുത്തിട്ടുള്ളതാണ്. ആ ശർക്കര ലൈനി കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി ഒരു നുള്ള ഉപ്പും കൂടി ചേർത്തുകൂടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പഴത്തിൻ്റെ മിക്സ് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പഴത്തിൻ്റെ മിക്സ് കൂടി ഒഴിച്ചു കൊടുത്തെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പം ഇത് ഒരുപാട് കട്ടിയാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൽ വാഴയില വെച്ചൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കിത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ല തിന്നായിട്ട് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ 2 വട്ടമായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പം ഈ ബാറ്റർ ഇപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ തട്ടി കൊടുത്ത ശേഷം ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ തട്ടിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പ്ലേറ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് ആവിയിൽ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയിട്ട് വേണം നമ്മളിതൊന്ന് ഇളക്കിയെടുക്കാൻ. അതിനുശേഷം നമുക്ക് വാഴയിലേക്ക് ഒന്ന് മാറ്റി ഇനി നമുക്കിത് ഏത് ഷേപ്പിലാണ് നമുക്ക് വേണ്ടത് അങ്ങനെ നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന